അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ സമയം ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആവാനായിട്ടുണ്ടാവും, 3:30 ടൈം ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ജംസിയാക്ക് പണിയേറി വന്നപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് കരുവാരണ്ടക്ക് പോകാമെന്ന്. കുറച്ച് ദിവസമായി ഞാൻ പോകണം പറയണു. അപ്പോൾ ജംസിയാക്കിനും തന്നെ പോകാൻ അങ്ങോട്ട് ഒഴിവ് കിട്ടൂല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞങ്ങൾ കരുവാരണ്ടക്ക് പോകാനില്ല. കാരണം ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, അജുവിനും സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വൈകുന്നേരം വന്നാലും തന്നെ പഠിച്ചാനും ഇതിനൊന്നും ഉണ്ടാവില്ല അത്യാവശ്യമായിട്ട്. ഇനിയിപ്പോൾ നാളെ തിങ്കളാഴ്ച അല്ല സ്കൂളിലെ ടൈമിൽ പോവുകയാണെങ്കിൽ പിറ്റേന്നകത്ത് പിന്നെ ഹോം വർക്കുകളും ഇതൊക്കെ ചെയ്യാനും പഠിച്ചാനൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ അതൊക്കെ മുടങ്ങല്ലേക്കണം. അപ്പോൾ അങ്ങനെ അപ്പം പോവാത്തത് ഓത്തിനെന്തോ ഉതിപ്പ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ പോവാമെന്ന് കരുതി. ഇന്ന് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ അജ്മോനും ഫീലും ഇസൊക്കെ അവിടെ കളിച്ചിട്ടുണ്ട്. ഇസു ആദ്യം തന്നെ പോകുമെന്ന് പറഞ്ഞേക്കാനെ ഡ്രസ്സൊക്കെ എടുത്തിട്ടിരുന്നു. ട്രൗസറും കുപ്പായ കോനന്നെ സ്വന്തമായിട്ട് ട്രൗസറൊക്കെ എടുത്തിട്ടിക്കണം. ജംസിയാക്കുണ്ടാടെ ഞാൻ കരുവാരണ്ടക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഇന്ന് പോകണം, ഇപ്പം പോകണമെന്നൊക്കെ ചോദിച്ചാണ്. അപ്പോൾ പോകാന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഏതായാലും ഇപ്പം മഴക്കൊരു ചെറിയൊരു ഇട്ട് നിൽക്കുന്നുണ്ട്, മഴ ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ പോകാലോ കരുതിയിട്ടാണ്. അപ്പോൾ പോണ വിശേഷങ്ങൾ കണ്ടാലോ. നമ്മളെവിടേക്കാണ് പോണത്? മൂത്താപ്പാടക്ക്. ഇമ്മമാടക്കല്ല, മൂത്താപ്പാടക്ക്, കരുവാരണ്ടക്ക്. അജുവിൻ്റെ ഫ്രണ്ട് വന്നു, അജുവിനെ തെരഞ്ഞു വന്നിക്കണേ. അജുമോനെ ഇവിടെ ഉണ്ടായില്ല, ഓൻ കുടിയിലായിരുന്നു, ഓൻ കടന്നുറങ്ങിയിരുന്നു. അവിടെ കടന്നുറങ്ങിയിരുന്നു. അപ്പം അപ്പോൾ വിളിച്ചപ്പം മോനെ എണീപ്പിച്ച് പറഞ്ഞയച്ചാണ്. അപ്പോൾ ഓനെ തെരഞ്ഞ് സിദ്ധു വന്നിക്കണു. സിദ്ധുവിൻ്റെ അടുത്തേക്ക് ഓൻ കളിച്ചാനാണ് പോയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഉച്ചൻ്റെ ടൈമിലാണ് കുടിയേക്ക് പോയത്. ഇപ്പോൾ ഓന് സിദ്ധു ഓനെ തെരഞ്ഞിട്ട് വന്നിക്കണു. എന്തോ കളി കളിച്ചിട്ടുണ്ടോ അവര്. ഇതോടെ പിത്തനാട്ടത്. ഇതെന്ത് കളിയാടാ? ഞങ്ങളൊക്കെ പണ്ട് കളിച്ചിരുന്നതേ സോപ്പും കാറുകൊണ്ടേ. നിങ്ങളൊക്കെ ഇങ്ങനത്തെ കാറുകൊണ്ടാ കളി? സോപ്പും കൂടോണ്ടേന്നു. ഞാൻ അമ്മേനോട് ചോദിച്ചോക്കൊണ്ടോ, കൊറേ സോപ്പും കൂടുകൾ ഉണ്ടാവും. എന്നിട്ട് അതുകൊണ്ട് കളിച്ച് ഇങ്ങനെ മുറിച്ചിട്ടല്ല ഇങ്ങനത്തെ. ജംഷിയാക്ക് വരുമ്പോഴൊക്കെ റെഡി ആകാൻ പറഞ്ഞാണ്. അപ്പോൾ വേറെ റെഡി ആകട്ടെ. അപ്പോൾ അതാ ഞങ്ങൾ പോവാന് റെഡിയായി ഇറങ്ങി. ജംഷിയാക്ക് ചാർജറുകളൊക്കെ പെറുക്കിയെടുക്കണം. കറണ്ട് പോയിട്ട് കുറച്ച് ടൈമായി. ഏതായാലും പോവല്ലേ. എൻ്റെ ഐഫോണിൽ ചാർജ് ചെയ്തിരിക്കണു, ജംസിയാക്കുൻ്റെ ഫോണിൽ ചാർജ് ചെയ്തിരിക്കണു. അപ്പം എന്തായാലും പോയപ്പോൾ ഒന്നും ഞാൻ ഇവിടുന്ന് പോരൂല, കുറച്ച് ടൈം ഉണ്ടാവുക അവിടെ. പിന്നെ ചാർജൊക്കെ ആക്കിയിട്ട് പോരാരൊക്കെ എഴുതിയിട്ടാ. അപ്പോൾ പോവണ പറഞ്ഞാൽ അജ്മോൻ ഇതാക്കണു. ഇവിടെ നല്ല കുട്ടിയായിട്ട് ഇരിക്കണു. നമ്മുടെ വീഡിയോ എന്താ കാട്ടിൻ്റെ പറഞ്ഞു കൊടുത്താ ഇവിടെ നോക്കാം. സാധനം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അജ്മോൻ ഏതായാലും അത് നേരെ പഠിച്ചെടുത്തു. ഇസാബ് അങ്ങനെ ഇല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾ മയരുമ്പക്ക് പോവാൻ നോക്കട്ടെ. ഇണ്ണിച്ചേച്ചി കാക്കോളും ജൂജു ഇരുന്നോട്ടെ. ജൂജു ഇരുന്നോട്ടെ. അനക്കോ എന്നാ ഉഗ്ഗുള്ളൂ ഇന്ന്. പോരുമ്പോ അഥവാ ഞാൻ അജുമോനെ ഉറങ്ങിയാലോ ചെയ്തിട്ട് സീറ്റ് എടുക്കണുണ്ട്. നൈമ ഇരിക്കാലോ ഓന്. കേറണ്ട ഇസൂനിരിക്കാൻ. അനക്കെ ഓയ് നമ്മളെ മുന്നിലൊരു ജീപ്പിലിത്ത കുട്ടികളെ വൈക്കൈ പോസ്റ്ററുകൾ ഉണ്ടാവില്ലേ? 12 ടീമല്ലേ, അതിന്റെ ഫ്ലക്സ് കണ്ടിട്ടായിരുന്നു
അജ്മോ സ്കൂൾക്ക് തന്നെ ഭയങ്കര പേടിയാണ്. ഈ സ്കൂളിലായിരുന്നു അജ്മോന്, ഈ സ്കൂളിലായിരുന്നു. സ്കൂള് അലന്റെ ചോട്ടിലാണ്, പൊൻപാറയാണ്. അപ്പം ഉമ്മാക്ക് എപ്പോഴും പേടിയായിരുന്നു. കാറ്റും മഴയൊക്കെ ആകുമ്പോൾ ഉമ്മാക്ക് പെരും പേടിയായിരുന്നു. ഒരു ആ സ്കൂൾക്കൊന്നും ഇപ്പോൾ പറഞ്ഞേക്കണ്ട, മണ്ണിൻ്റെ ചോട്ടിലാണ് പറഞ്ഞിട്ട് എപ്പോഴും പറയും സ്കൂൾക്ക് പറഞ്ഞേക്കല്ലേ കുട്ടിനെന്ന്. ഞങ്ങളങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ 2-3 വളവ് കഴിഞ്ഞ് 3ാമത്തെ വളവിലേക്ക് വെച്ചുകൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ നിന്നു. താഴത്തേക്ക് ഇറങ്ങേണ്ടത് ഇറക്കമല്ല, മേലെ കയറിപ്പോകേണ്ട ദൂരമല്ല. അങ്ങനെ രണ്ടിലും കട്ടുകൊടുത്ത് പെട്ടെന്ന് വണ്ടിയിൽ നിൽക്കുക. എന്ത് പറ്റിയെന്നറിയില്ല. കുറച്ച് കഴിഞ്ഞേക്ക് പിന്നെ വണ്ടി അങ്ങനെ തന്നെ ഓണാവും ചെയ്തു. കുറേ ടൈം കിക്കർ അടിച്ച് നോക്കി, അപ്പോൾ ഒന്നും ഓണായില്ല. ഈ കയറ്റത്തില വളവ് തന്നെ വെച്ചിട്ടാണ് ഓഫായത്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ കാണാൻ. സപ്പിന് വെള്ളത്തിൽ ഇറങ്ങണം സപ്പ? വെള്ളത്തിൽ ഇറങ്ങല പോവാണ് കാണാൻ. കുറെ ആൾക്കാർ ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടല്ലേ. നല്ല തെളിഞ്ഞ വെള്ളം. ഒരു നേരം വരുന്നത് അമ്മാവിൻ്റെ മകളെ വീട്ടിൽ വന്ന് ചായയും കടി എടുത്ത് വെച്ചിട്ട് നല്ല സമോസയും ചായയും. ഞങ്ങളിതാ ഇവിടെ ജംസിയാക്കൂൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്ക് എത്തി. അമ്മായി അമ്മായി ഇല്ല ഇപ്പോൾ, അമ്മായി മരിച്ചിരിക്കണു. അമ്മായിൻ്റെ മകനും മരുവളും അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ആദ്യം മകളുടെ അടുത്ത് പോയി, അമ്മേൻ്റെ മകളുടെ അടുത്ത് പോയി. അവിടെ പോയി കുട്ടികളെയൊക്കെ കണ്ട്. അമ്മായിൻ്റെ പേരക്കുട്ടി ഇപ്പോൾ പ്രസവിച്ച് നീച്ചിട്ടുള്ളൂ. അപ്പോൾ കുട്ടീനെയൊക്കെ കണ്ട് അങ്ങനെ പോന്നു. അപ്പം ചായയൊക്കെ കുടിച്ച് അപ്പം അമ്മായിൻ്റെ മകൻ്റെ വീട്ടിലാണ്, അമ്മായിൻ്റെ വീട്ടിൽ തറവാട്ടിൽ. ഇപ്പോൾ അവർക്ക് പെരപ്പണി നടക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ പെര കാണാൻ വേണ്ടി കയറിയതാണ്. നല്ല രസമുള്ള മീൻ കണ്ടില്ലേ ഇതില്? ഇവിടെ മീനും പരിപാടിയൊക്കെ ഉണ്ട്. മക്കൾ ഇവിടെ തന്നെ അത് കണ്ടുകൊണ്ട് നിൽക്കുക. നല്ല രസമുള്ള മീൻ കണ്ടില്ലേ? അജുവിനെല്ലോ പറ്റിക്കണു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു. ഇനി നാണിക്കാക്കൂൻ്റെ അടുത്തേക്ക് പോവാണ്, ഞങ്ങളാപ്പാൻ്റെ അടുത്ത് പോവാണ്. എന്താല്ലേ വെള്ളം? ഞങ്ങളിതാ ഇവിടെ വന്ന് കുറച്ച് ടൈമായി. എംസിയാക്കും ഫുള്ള് തീറ്റ തന്നെയാണ്. ഇപ്പം ചായയും കടിയും കഴിഞ്ഞിട്ട് ഇപ്പം നല്ല പൂവമ്പഴം കൊടുത്തിട്ടുക്കണം. അത് തന്നെയാണ്. ഞങ്ങളിപ്പോൾ നാണിക്കാക്കൂൻ്റെ അവിടെയാണ്. ഒന്ന് കജ്ജിരോ ഒന്ന് തോന്നുന്നണി എത്രയപ്പം അതൊക്കെ. ആ മക്കളും നല്ല കളിയിലാണ്. എന്താ ബേബി പരിപാടി? ബേബി എന്താ പരിപാടി? ഞങ്ങളിവിടെ വന്ന് ചായ ഒക്കെ കുടിച്ചു, കുറേ ടൈം സംസാരിച്ചു. പിന്നെ വന്നപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായില്ല. വന്നപ്പോൾ. അപ്പോൾ ഞാൻ പിന്നെ നേരെ കുത്തിവെച്ചിട്ട് ഞങ്ങൾ ആദ്യം സംസാരിച്ചായി. പിന്നെ അങ്ങനെ ചായ കുടിച്ച് പിന്നെ അങ്ങനെ ഇരുന്നത്. എന്തൊക്കെ തർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എപ്പോഴാ പോവാന്നറിയില്ല, ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിതാ ഇങ്ങനെ വട്ടത്തിലിരുന്ന് കുറേ സംസാരം. മലയ്ക്ക് പോകേണ്ട കൂട്ടം ഇങ്ങനെ പറയാം കാക്കൂനോട് എന്താ മലയ്ക്ക് കൊണ്ടുപോകും. അപ്പോൾ മലയ്ക്ക് പോകേണ്ട റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. താത്ത ഇങ്ങനെ പറയായിരുന്നു. ദിനുവിൻ്റെ നല്ല മത്തിക്കറി, പന്നിയും ചോറും. എന്താ അച്ചാറ് അത് തുറന്നാണി.
അത് തുറന്നു ചേക്കോ അച്ചാറ് ചോറാണ് വാമ്പിയപ്പോ എല്ലാരും ഒത്തി അടുക്കളയ്ക്ക് സർവീസ് ഉണ്ട് സേരാനോ ചോറുന്ന മാത്രമല്ല പണിയുള്ളൂ വെക്കണം ഉണ്ടാവില്ല തിന്നണ മാത്രം പണി ഉണ്ടാവും അവിടെ കുടിയിൽ മൂച്ചി ഉണ്ടായിരുന്നു മൂച്ചി മുറിച്ചപ്പോൾ എല്ലാം മാങ്ങ അച്ചാറിട്ട് വെച്ചാണ് എന്തോ ഒരു ടേസ്റ്റാണത്. ചോറിന് കൂട്ടിയപ്പോൾ തന്നെ ജംസിയ പറഞ്ഞു എനിക്ക് അച്ചാർ കൊണ്ടുപോകാൻ വേണം, അത് കുറേ കാലം നിൽക്കുമെന്ന് പറഞ്ഞു. ഭക്ഷണ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നിജു അവിടെ കുട്ടിയൊക്കെ പാട്ടിട്ട് കൊടുത്തപ്പോൾ ബേബി ഇസു അജു ഒക്കെ നല്ല കളിയിലായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കോപ്പി റൈറ്റ് ഉണ്ടാവുകൊണ്ടേ സൗണ്ട് ആഡ് ചെയ്യാത്ത നല്ല പരിപാടിയായിരുന്നു. വൈകുന്നേരം പിന്നെ അവിടെ താത്താൻ്റെ ഒരു കിട്ടി പോവാനിറങ്ങി. അപ്പൊ ഞങ്ങൾ പോവാണ്. അസ്സലാമലൈക്കും. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോകുന്നു അവിടുന്ന്. സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. കാക്ക് പോന്നപ്പോ തന്നെ ഇനി മലമ്മക്കൂടി പോണ്ടാ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇതേനെ പോട്ടെ. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.